അനാവശ്യമായി ഇടുന്നത്, അതായത് ലിസ്റ്റിലുള്ള ആൾക്കാരെ എടുക്കാതെ തന്നെ നോട്ടിഫിക്കേഷൻ ഇടുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉചിതമായ നിലപാട് ഉണ്ടാകും എന്നുള്ളതും. എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് സമരമാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സമരം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നീട്ടിവെക്കുമെന്ന് തന്നെയുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1:1, അതേപോലെ HTV തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങൾ ഇവിടെ തുടരും. നമസ്കാരം. LPSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുമായി വിദ്യാഭ്യാസ മന്ത്രി നിലവിലിപ്പോൾ ചർച്ച നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നത് ഏറെ നിർണായകമായ കാര്യം തന്നെയാണ്. ഇവിടെ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയുണ്ട്. അവർ നമ്മളോട് പ്രതികരിക്കുന്നതാണ്. നിലവിലിപ്പോൾ മന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ട കാര്യം 1:25 എന്ന അനുപാതത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഇത്ര ദിവസം ഞങ്ങൾ സമരത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യവും അതുതന്നെയായിരുന്നു. അപ്പോൾ ഈ 1:25 എന്ന അനുപാതം കൊണ്ടുവരുന്നതിലും അതോടൊപ്പം HTV PSCക്ക് വിടുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളിലാണ് സർക്കാർ 45 ദിവസത്തെ സമയം ചോദിച്ചിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം PSC, അതായത് ഇപ്പോൾ എക്സാം നടത്തുന്നുണ്ടല്ലോ, PSC ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ലിസ്റ്റ് എങ്ങനെ പോകുന്നു എന്ന് നോക്കുക പോലും ചെയ്യാതെ PSC ഇങ്ങനെ 3 വർഷം കൂടുന്തോറും നോട്ടിഫിക്കേഷൻ ഇടുന്നത്, അത് ആ കാര്യത്തിൽ സർക്കാർ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കും. നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ അനാവശ്യമായി ഇടുന്നത്, അതായത് ലിസ്റ്റിലുള്ള ആൾക്കാരെ എടുക്കാതെ തന്നെ നോട്ടിഫിക്കേഷൻ ഇടുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉചിതമായ നിലപാട് ഉണ്ടാകും എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി സമയോചിതമായി നീട്ടിത്തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1:1, അതേപോലെ HTV തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുള്ളത്, ഗവൺമെൻറ് സ്കൂളുകളിലെ ഡിവിഷൻ 4 പ്രകാരം ഒരു അധ്യാപകരും ഇനി പുറത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത്രയും ആവശ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ആവശ്യങ്ങൾക്കുള്ള ഒരു ഉചിതമായ നിലപാട്, പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സമരം 37ാമത്തെ ദിവസമാണ് ഇന്ന്. 13ാമത്തെ ദിവസമാണ് നിരാഹാരം ഇരിക്കുന്നത്. ഇത്രയും ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട് ഞങ്ങൾക്കെങ്കിലും ഒരു ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡ്സ് നേരത്തെ പറഞ്ഞിരുന്നു. 1:25 എന്ന് പറയുന്ന റേഷ്യോ കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ 4 സംഭവിച്ച സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കുക, അതും ഗവൺമെൻറ് സെക്ടറിൽ മാത്രം നടപ്പിലാക്കുക. അത് ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയാവുന്ന വിഷയമല്ല. അതുപോലെ തന്നെ HTV, ഹെഡ് ടീച്ചർ വാക്കൻസി എന്ന് പറയുന്ന പോസ്റ്റ്, അതും ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതിനകത്ത് സാലറി കൊടുക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് ക്രിയേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അതേപോലെ 1:1 എന്ന് പറയുന്നത് അവർ പറയുന്ന എയ്ഡഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനാണ് 1:1 എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, ഗവൺമെൻറ്റിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അടുത്തത് ലിസ്റ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അത് ലിസ്റ്റ് കാലാവധി തീരുന്ന സമയത്തും മുറയ്ക്ക് തീർച്ചയായിട്ടും 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് പരിഗണിക്കുമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നീട്ടിവെക്കുമെന്ന് തന്നെയുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നിങ്ങളെയൊക്കെ കാണാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ പറയാണ്ടി വന്നത്. നിരാഹാരം അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ആവശ്യം അവർക്ക് നടപ്പിലാക്കാൻ ഈ പറയുന്ന റേഷ്യോ കുറയ്ക്കുന്നതും HTVയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
ഒന്നുകൂടെ പരിശോധിക്കാൻ, നമ്മൾ ആപ്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അത് പരിശോധിക്കാൻ, പഠിക്കാനല്ല പരിശോധിക്കാൻ ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും. അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങളിവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. അതായത് സമരമായി നടത്തില്ല, പകരം നിങ്ങളിവിടെ നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം, പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങളിവിടെ തുടരും. സെപ്റ്റംബർ 24 തീരുമാനമായില്ലെങ്കിൽ 25 മുതൽ ഉള്ളൂ പിന്നെ സമരത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. തീർച്ചയായിട്ടും, കാരണം നമ്മളെ പരിഗണിക്കും എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മളിതെല്ലാം ഡയല്യൂട്ട് ചെയ്യുന്നതും ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതും. അപ്പോൾ ആ പരിഗണന പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മളത് ആലോചിക്കും. ഇനി എങ്ങനെയാണ് തുടരേണ്ടത് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കും. നിലവിൽ സമരവുമായി മുന്നോട്ട് പോകും. സമരം നമ്മൾ നിരാഹാര സമരമാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സമരം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മളിവിടെ ഉണ്ടാകും 45 ദിവസത്തിനുള്ളിൽ, അതായത് സെപ്റ്റംബർ 24 കൂടി ആയിരിക്കും. അപ്പം അതുവരെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും മന്ത്രിയുടെ വാക്കിൽ വിശ്വാസമാണ്. അതെ, മന്ത്രിയുടെ വാക്കിൽ വിശ്വാസമാണ്. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിൽ. 45 ദിവസമാണ് നിലവിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ഉദ്യോഗാർത്ഥി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ സമരപ്പന്തലിൽ എന്തായാലും ഉണ്ടാകും. കഠിനമായ സമരമുറകളിലേക്കൊന്നും തന്നെ നീങ്ങില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത മാസം ഏകദേശം 24 ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ നിലവിലിപ്പോൾ ഉള്ളത്. വലർമതി ടീച്ചറാണ് ഈ ഒരു സമരത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത്. അതായത് നിരാഹാര സമരം ഇന്ന് 13ാം ദിവസം പിന്നിടുകയാണ്. ഈ ഒരു വേളയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടക്കുന്നതും ഇത്തരത്തിൽ പോസിറ്റീവായൊരു വാർത്ത ഈ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഉദ്യോഗാർത്ഥികളെല്ലാവരും തന്നെ ഈ ഒരു മന്ത്രിയുടെ വാക്കിനെ ഉറ്റുനോക്കുന്നതും. വരും ദിവസങ്ങളിൽ ഇവർ വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും തന്നെ നീങ്ങില്ല. പക്ഷേ സമരപ്പന്തൽ ഇവിടെ തന്നെ ഉണ്ടാകും, ഉദ്യോഗാർത്ഥികളും ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും സെപ്റ്റംബർ മാസത്തോടുകൂടി, അതായത് സെപ്റ്റംബർ 24 ഇവരുടെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് 1:25 ആണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.